ഹലോ. അപ്പോൾ നമ്മളെ കണ്ണൻകുട്ടിയുടെ 28 ഞാൻ അമ്മൂട്ടി വാമിയും കൂടെയാണ് പോയിണ്ടായിരുന്നത്. വാമിതേ നല്ല ഉറക്കമാണ്. നമ്മുടെ വീട്ടിൽ ഒരുവിധ ഫങ്ഷനൊക്കെ നമ്മൾ സഫയിൽ നിന്നാണ് എല്ലാം വാങ്ങിക്കാറ്. ഇതിപ്പോൾ കരിങ്കല്ലത്താണിയുള്ള സഫ ജ്വല്ലറിയാണ്. അമ്മമാരൊക്കെ തലേന്നുള്ള പരിപാടികളൊക്കെ തുടങ്ങി. എനിക്കപ്പോഴേക്കും ഒന്നും കൂടെ നമ്മളെ കരിങ്കല്ലത്താണി പോകാനുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴേക്കും ഇതേ പന്തലൊക്കെ ഇട്ട് വാമിയും അപ്പവും ജിമ്പനും മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ 3 പേരും കൂടെ. അമ്മുവാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. പിന്നെ ഇതേ രാത്രിയായി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ആളൊന്നുമില്ല. നമ്മൾ അടുത്തുള്ള വീടുകളും പിന്നെ അമ്മയുടെ വീട് വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ചേച്ചിമാരുടെ മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. മക്കളതുകൊണ്ട് ഒരു സൈഡിൽ നല്ല കളിയാണ്. നമ്മൾ സ്റ്റേജിൻ്റെ വർക്ക്സും കൂടെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നാളെ രാവിലത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാതിരാത്രി കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് വിത്ത് മുല്ലപ്പൂ. പുലർച്ചെ ഇനി ബാക്കി ഫ്ലവേഴ്സ് കൂടെ കൊടുന്നിട്ട് വേണം നമ്മൾ സ്റ്റേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ചേട്ടൻ പോയി ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു വന്നു. ഈ മക്കളൊക്കെ എണീറ്റ് വന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ചേട്ടന്മാരും മക്കളും എല്ലാവരും കുറേശ്ശെ ഹെൽപ്പൊക്കെ ചെയ്തു. നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമാണ്. ഇതാണ് ഞങ്ങൾ അനുമ്മയമ്മ. പിന്നെ ഇതേ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബേബി എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബേബിക്ക് പാട്ട് പാടി കൊടുക്കുക, ഉമ്മ വയ്ക്കുക. അത് മാമിയുടെ സ്ഥിരം പരിപാടിയാണ്. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales. ചേട്ടൻ്റെ അമ്മയും അമ്മൂട്ടിയും കൂടെ പൂവൊക്കെ ബാക്കിയുള്ളതൊക്കെ കോർത്തെടുക്കും. കുഞ്ഞിക്കണ്ണൻ്റെയും കുട്ടിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. കണ്ണനിതേ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഫങ്ഷന് റെഡിയാക്കുകയാണ് ചേട്ടൻ. ഇഹക്കുട്ടി അപ്പോഴത്തേക്ക് ഉറക്കമായി. പിന്നതേ മക്കളുടെയൊക്കെ ബഹളം തുടങ്ങായി. ഇനിയിപ്പോൾ റെഡി ആവേണ്ട ഒരു തിരക്കാണ് എല്ലാവർക്കും. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep. കുഞ്ഞിന് പൂ വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി.
ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്ലിക്കും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഹക്കുട്ടീനെ അടുത്ത് ചിരിച്ചിരിക്കാൻ ആളാണ് അമ്മ. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape. Let the music guide you into an untouched paradise where stress dissolves like footprints in the sand. ഇറങ്ങണോ? ഇങ്ങനെ കഴിക്കാം. ഇതെന്താ തൈര് എങ്ങനെ കൂട്ടണം?
അവിടെ 22 വന്നല്ലേ നിങ്ങള്? എന്ത് പരിപാടിക്ക് നിങ്ങൾ വന്ന് പറയൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പായസം കഴിക്കാം. നിങ്ങൾ ഇവിടെ ഒരു അമ്മ കൂടെ വരും, സംസാരിക്കൂ. എന്താണ് നിങ്ങൾ സദ്യയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയൂ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പായസം ഉണ്ടായിരുന്നു? 2 പായസം ഉണ്ടായിരുന്നോ? സദ്യ 2 പായസം കുടിച്ചോ? എത്ര ഗ്ലാസ് പായസം കുടിച്ചു? ഒരു അയ്യോ മോശമായി പോയി. നിങ്ങൾ 2 ഗ്ലാസ് പായസം കുടിക്കായിരുന്നല്ലേ? അമ്മ എത്ര ഗ്ലാസ് പായസം കുടിച്ചു? 2 തന്നെ 4. സത്യം പറയും, എത്ര ഗ്ലാസ് കുടിച്ചു? എത്ര ഗ്ലാസ് പായസം കുടിച്ചു? 2. ശ്രീന് എത്ര ഗ്ലാസ് പായസം കുടിച്ചു? 1 ആണ്. കേക്കുണ്ട്. സദ്യ സൂപ്പറാണ്. എല്ലാരും 4 പായസം കുടിച്ചിട്ട് നമ്മൾ എത്ര പായസം കുടിക്കും? 2 ആണോ? അങ്ങനല്ല, 4 ഗ്ലാസ്. അതായത് 2 പായസമാണ്. എത്ര ഗ്ലാസ് കുടിക്കും? എത്ര ഗ്ലാസ് പായസം കുടിക്കും? അത് നമുക്ക് നോക്കാം. ലാസ്റ്റ് കഴിക്കുമ്പോ എത്ര ഉണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, വീനുശേഷം എത്ര കുടിക്കും? 2 ഗ്ലാസ് കുടിച്ചു. അല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എത്ര കുടിക്കും? ഏകദേശം എത്ര കുടിക്കും? അവസാനം നമ്മളൊന്നുകൂടി കാണിക്കാലോ. 2 ഗ്ലാസ് കുടിക്കും. സദ്യ കഴിച്ചായിരുന്നോ? സദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? പായസം എത്ര ഉണ്ടായിരുന്നു? കാരണം ഇവിടെ ആരോ വരുന്നത്, അവിടെ ഇവിടെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. റെസ്റ്റ് ആവാം.